ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എവിടെ ഉണ്ടാക്കാൻ പോകുന്നേ? നൂഡിൽസ് ആണ് കേട്ടോ. നൂഡിൽസ് വേവിച്ച് വെച്ചേക്കാണ്. ഉപ്പ് ഇട്ടിട്ട് വേവിച്ച് വെള്ളം ഊറ്റി നമുക്ക് കുറച്ച് കൊണ്ടാട്ടം കൊടുക്കാം. നൂഡിൽസ് ക്യാരറ്റും സവാള, ഒരു സവാള അരിഞ്ഞത്, 2 ക്യാരറ്റ് അരിഞ്ഞത്, 2 മുട്ട. ഒരുപാട് എണ്ണയൊന്നും കുടിക്കുന്നത് ഷവരിയില്ലേ, അതിൻ്റെ ആണ് കേട്ടോ. പല പല കളറിൽ നൂഡിൽസിൻ്റെ കൂടെ ഇതും ഇവിടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ചിക്കൻ മസാല ഇട്ടിട്ടാണ് നൂഡിൽസ് ഉണ്ടാക്കുന്നത് കേട്ടോ. സോസൊക്കെ ചേർക്കും. നമ്മളെ മുട്ട ചിക്കൻ ഇത്തിരി ചിക്കൻ മസാല ഇട്ടാൽ നല്ല ടേസ്റ്റായി. മുട്ടയ്ക്ക് അധികം എണ്ണ വേണ്ട. കുറച്ച് ഉപ്പിട്ടാണ്. സോസിനൊക്കെ നല്ല ഉപ്പുണ്ടാകും. അത് കഴിക്ക്. ഒരുപാട് കുക്കാവണം, ഇച്ചിരി കൊണ്ട് ഇതായും പോലെ.
സാധാരണ ഗോതമ്പ് പൊടിയിലാണ് നൂഡിൽസ് ഇടിയപ്പത്തിൻ്റെ അച്ചിൽ പിഴിഞ്ഞുണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് വാങ്ങിയതിരിപ്പട്ടെ അത് ചെയ്യാൻ നമുക്ക് വീട്ടിലുള്ള ഗോതമ്പ് പൊടി കുറച്ച് ഇടിയപ്പത്തിൻ്റെ അച്ചിൽ ചെയ്യാം കേട്ടോ. അതാണ് ഹെൽത്തി. കടയിലെ വാങ്ങിക്കണത് കൊണ്ടില്ല. നമുക്ക് ഈ സവാള ക്യാരറ്റുണ്ടാകും. നമുക്ക് കുറച്ച് ഉപ്പിട്ടാൽ മതി. ഭക്ഷണത്തിലൊക്കെ ഒരു ക്യാരറ്റ് സവാളൊക്കെ ഇത്തിരി ഉപ്പ് വേണം. ഒന്ന് കുക്കായാൽ മതി. ഓക്കെ, എല്ലാവരും വീഡിയോ കാണാനായിട്ട് ഇതുപോലെ ചെയ്തുകൊണ്ട് വീട്ടിൽ നമുക്ക് ചെയ്യാം. ചപ്പാത്തി മാവിലേൽ ഒരു ഇത്തിരിയും കൂടെ ലൂസാക്കി ഗോതമ്പ് പൊടി കുഴച്ചാൽ, ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി കുഴച്ചാൽ 3 പേർക്ക് കഴിക്കാനുള്ളതുണ്ടാവും. വെജിറ്റബിൾസ് കൂടെ കൂട്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇടാം. ക്യാരറ്റ്, ബീൻസ്, എൻ്റെ ഇതുള്ളൂ. അതുകൊണ്ട് ഞാൻ ക്യാരറ്റ് വെച്ച് ചെയ്തത്. ഈ ഇടിയപ്പത്തിൻ്റെ അച്ചില് ഇതിൻ്റെ അകത്ത് പിഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാം. പിന്നെ വെള്ളം തിളച്ചിട്ട് ഉപ്പ് ഓയിലും ഇട്ട് കഴിയുമ്പോൾ ഇത് പിഴിഞ്ഞാൽ വെള്ളത്തിലിട്ടാൽ മതി. നൂല് പോലെ ഒരു ഇടിയപ്പത്തിൻ്റെ ഇതിൽ. എന്നിട്ട് നമുക്കത് വേവിച്ച് ഊറ്റി കഴിഞ്ഞ് ഇതുപോലെ കുക്ക് ചെയ്താൽ മതി. ബട്ടർ വേണമെങ്കിൽ ബട്ടർ ഇടാം. പക്ഷെ ഞാൻ ഓയിലാണ് കുക്കിംഗ് ഓയിലാണ്. വെളിച്ചെണ്ണ എടുക്കരുത് ഇതിൻ്റെ കൂടെ. പിന്നെ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ്, ലൈക്ക് ബട്ടൺ എല്ലാം ചെയ്യണം കേട്ടോ. ആരും മടി കാണിക്കല്ലേ. സബ്സ്ക്രൈബ് കുറവാണ്, പ്ലീസ്. ഇനി നമുക്ക് ഇതിനകത്ത് ഗ്രീൻ ചില്ലിയാണ്. ഒരുപാട് ഒഴിക്കില്ല. കൊച്ചുങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഇത് റെഡ് ചില്ലിയാണ്. ഒരു സ്പൂണ് റെഡ് ചില്ലിയും ഒരു സ്പൂണ് പിന്നെ ഗ്രീൻ ചില്ലിയും ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് നമുക്ക് സോസ് ഒഴിക്കാം. സോസ് ഒഴിക്കണമെങ്കിൽ നമുക്ക് വേറെ പണിയുണ്ട്. ഒരു 1/4 ടീസ്പൂണ് ചിക്കൻ മസാല ഇടാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല പോലെ മിക്സ് ചെയ്യണം. പിന്നെ അതിൻ്റെ അകത്ത് നമുക്ക് ഈ മുട്ട ഇടാം കേട്ടോ. എഗ് സോറി ചാണ്ടിട്ടല്ലേ. നമുക്ക് കുറച്ച് സോസ് ഒഴിക്കാം കേട്ടോ. സോസ് ഒരു 5 സ്പൂണ് ഒഴിച്ചിട്ടുണ്ട്. സോസ് എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാൻ ഈ നൂഡിൽസ് ഉണ്ടാക്കിയിട്ട് ഇടാം. ഇതിൽ കൊള്ളില്ല. അപ്പൊ നമുക്ക് ഇട്ട് ഇതിൻ്റെ അകത്ത് തന്നെ ഇടാം. അത് ഇവിടെ എൻ്റെ മോളുടെ കുട്ടീൻ്റെ പേരൊക്കെ അവളാണ് പറയണത്. എല്ലാ അവള് കാണാത്ത സാധനങ്ങൾ എന്താന്ന് വെച്ചാല് ഞാൻ ഈ പാത്രം ഇന്നിവിടെ വാങ്ങിയതാണ്. അപ്പൊ പിന്നെ എപ്പ വാങ്ങിയതൊക്കെയാണ് എന്നോട് ചോദിക്കണത്. ഇല്ല, ബനാന ഫുള്ള് കഴിക്കണം.
എന്നോട് പറയാണ് ഫുഡ് മുഴുവനും കഴിക്കാൻ പറയുമ്പോ ഞാൻ സാമ്പത്തിക എത്തിയാന്ന് പറയണം. നമുക്ക് ഇതിലോട്ട് മാറ്റാം. നൂഡിൽസ് റെഡിയല്ല, വേവിച്ച് വെച്ചാൽ പെട്ടെന്ന് ഇതിലിട്ട് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ എഗ് നൂഡിൽസ് റെഡിയായി. ഒരു ടേസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇടാം കേട്ടോ. അങ്ങനത്തെ അതിലില്ലാത്തതുകൊണ്ടാണ് ഇതിട്ടത്. നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. ഇതിനകത്ത് ഇത്തിരി ചിക്കൻ മസാല ഇട്ടപ്പോൾ നല്ലൊരു ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. എൻ്റെ കൂടെ ഒരു കൊണ്ടാട്ടോ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ. ലൈക്ക്